everyone, welcome to Catalyst Education. സോ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ അടിപൊളിയാക്കുന്ന ടൈമിലായിരിക്കും അല്ലേ. നമ്മൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എക്സാം ടഫായിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും എക്സാം ടഫായി എന്ന് പറയാനുള്ള റീസൺ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന പാറ്റേണിലല്ല ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താക്കിയിട്ടുണ്ട്, കുറച്ച് മാറ്റി കുറച്ച് സ്റ്റാൻഡർഡൈസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, അതായത് ഡയറക്റ്റ് അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എക്കണോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യൻ സർവേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് പ്ലേസിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അതിലേതൊക്കെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ഈ ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചു കണ്ടിട്ടുള്ളത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ പഠിച്ച കൺസെപ്റ്റാണ് അവരെന്താക്കുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ മോഡൽ എക്സാം വരുന്നുണ്ട്, നമ്മുടെ പബ്ലിക് എക്സാം വരുന്നുണ്ട് അല്ലേ. സോ ചിലപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺസെപ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. സോ നിങ്ങൾക്ക് ഇനി വരുന്ന മോഡൽ എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള എല്ലാ ട്രിക്സ് ആൻഡ് ടിപ്സ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്.